guys, assalamu alaikum, welcome back to my channel. So ഇന്നത്തെ വീഡിയോ is about ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ എന്നൊക്കെ വേണമെങ്കിൽ പറയും. നമ്മൾ ഫ്രണ്ട്സ് കുറേ കാലമായി എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പം ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ പ്ലാനിങ്ങേ നടക്കാറുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പം എന്തായാലും ഇന്നത് സംഭവിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ നല്ലൊരു ഫൺ വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ നേരെ പോണത് ഹസ്നൻ്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് കാർ എടുത്തിട്ട് എല്ലാവരും പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ 7 ആൾക്കാരുണ്ട്. 7 എണ്ണത്തിനും അട്ടിക്കിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. നമ്മളിതാ ഹൈലൈറ്റിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് തസ്നിയാണ്. തസ്നിയുടെ മോന് ആഹി എന്നാണ് വിളിക്കുക. ആഹിയൊക്കെ ഉറങ്ങി എണീച്ചതാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഉറങ്ങിയായിരുന്നു ആശാന്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിലെത്തി. സുമിക്ക് കുറച്ച് ടോപ്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫ് സ്റ്റൈലിലാണ് കേട്ടോ കയറിയത്. അവിടെ കയറി ഞങ്ങളവർ പുറത്താക്കില്ല എന്നുള്ളൂ. അങ്ങനെ തലമ്പായിരുന്നു നമ്മുടെ. ഈ പാൻറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? കമൻറ്റ് ചെയ്യട്ടോ. എവിടെ കണ്ടാലും ഞങ്ങൾ ഫോട്ടോ എടുക്കും. ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. പക്ഷേ ദ ഫണിയസ്റ്റ് തിങ് ഈസ്, ഞങ്ങൾ ഇപ്രാവശ്യം പോയാൽ ഒരൊറ്റ നല്ല ഫോട്ടോ പോലും ഇല്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു നല്ല ഫോട്ടോ ഒറ്റ പോലും ഇല്ല. മക്കൾസിൻ്റെ കൂട്ടത്തിൽ ആകെയുള്ളൊരു പെൺതരിയാണ് കേട്ടോ ജൂയി. ജൂയി എന്ന് പറഞ്ഞാൽ ഷിബിലൻ്റെ മോളാണ്. ഫെബി ഇവിടെ ബാഗ് നോക്കുകയാണ് ഗായ്സ്. ഫെബി ഞങ്ങൾ വഴിയാത്രക്കാരായി നടക്കും കേട്ടോ. രൂപയുടെ എല്ലാ 8 അല്ല 9,000 രൂപയുടെ ബാഗാണ് ഗൈസ്. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എല്ലാത്തിനെയും പെറുക്കി അവിടുന്ന് സ്കൂട്ടായി നേരെ പോയത് ജുഡിയോയിലേക്കായിരുന്നു. ജുഡിയോയിൽ പോയി, അതുപോലെ തന്നെ മാക്സിൽ പോയി, പിന്നെ ഈസി ബൈ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തപ്പിത്തരഞ്ഞ് നടക്കുകയാണ് ഗൈസ്. ഒളിച്ചു നിൽക്കുകയാണല്ലേ കൊച്ചു കള്ളിപ്പെണ്ണ്. ഇവനാണ് ഹൈജിൻ നെതൻ്റെ മോനാണ് കേട്ടോ. ഇവൻ്റെ പേരും എൻ്റെ മോൻ്റെ പേരും ഓൾമോസ്റ്റ് നല്ല മൊത്തത്തിൽ സിമിലറാണ്. എൻ്റെ മോൻ്റെ പേരിൽ ഹൈജിൻ ഹംദാൻ എന്ന് കൂടെ ഉണ്ടെന്ന് മാത്രം. ഫുഡ് കോർട്ട്
അങ്ങനെ നീണ്ട ഒരു ഷോപ്പിങ്ങിന് ശേഷം നമ്മളിതാ ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, ഫുഡ് അടിയാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചിക്കിങ് ആണ് കേട്ടോ വാങ്ങിച്ചത്. ചിക്കിങ്ങിൽ നിന്ന് ബ്രോസ്റ്റ് വാങ്ങിച്ചു, പിന്നെ സൈഡായിട്ട് ഷെസ്വാൻ നൂഡിൽസും മോമോസും പിന്നെ മൊയ്റ്റോസ്, ജ്യൂസ്, ലൈം ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ അടിയായി ഗൈസ്. ഒരു പ്ലേറ്റിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ മൽപ്പിടുത്താണ്. ആഹിക്ക് സൂയിൻ്റെ കയ്യിലുള്ള പ്ലേറ്റ് തന്നെ വേണം, ഓനക്ക് വേറെ പ്ലേറ്റ് കൊടുത്തിട്ടൊന്നും എനിക്ക് പറ്റണില്ല, ഓളെ കയ്യിലുള്ളത് തന്നെ എനിക്ക് വേണമെന്നാണ്. സൂയി ഇവനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും ഓൻ്റെ വായിലേക്ക് പൊട്ടാറ്റോസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 കുനാഫയും കൂടി ഓർഡർ ചെയ്തു. ക്രീം ചീസും ന്യൂട്ടെല്ലയായിരുന്നു. എക്സ്പ്രഷൻ കണ്ട ഒരു രസമില്ലാത്ത പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കുനാഫ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി, കാരണം എല്ലാം കൂടെ കഴിച്ചപ്പോൾ അങ്ങ് മസ്തായിപ്പോയി. ഹൈസിന് ഹൈലൈറ്റിൽ വന്നപ്പോൾ തുടങ്ങിയെന്ന് കാറിൽ കയറണമെന്ന് പറയണേ. അപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങോട്ട് സഫലീകരിച്ച് കൊടുക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ കളി കാണുമ്പോൾ എനിക്ക് ഹൈസിനെ കാണാൻ പൂതിയാവുമായിരുന്നു. ഞാൻ ഓനെ വീട്ടിലാക്കി പോന്നതാണ്. ഓനെ ഒന്നാമതേ കാറിൽ കയറിയാൽ ഛർദ്ദിക്കുന്ന പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല എല്ലാവരും കൂടെ അട്ടിക്കിട്ടല്ലേ വരുന്നത്, അപ്പോൾ എങ്ങനെയായാലും നടക്കൂല. അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് പറയായിരുന്നു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന്. ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ചർച്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഒരു ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഹായ് പറയ്, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറയ്. ജ്യൂസ് കുടിക്കാൻ പോണതിന് മുന്നായിട്ട് ഞാൻ ഹൈസിക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് ഗണേഷിലേക്കായിരുന്നു. ഇത് അത്യാവശ്യം കോഴിക്കോട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസ് ഷോപ്പാണ്. അപ്പം എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് വീതം ഡിഫറെൻറ്റ് ഫ്ലേവറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ചതിന് ശേഷമായതുകൊണ്ട് വിചാരിച്ച മാതിരി അങ്ങോട്ട് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി മിനി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ മാസലാമ.